എല്ലാവർക്കും പേജ് നമ്പറൊക്കെ ഷെയർ ചെയ്ത് കിട്ടി. നമുക്ക് വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് എന്താണ് എഴുത്തിന്റെ തുടങ്ങിയായിരുന്നു. 2 പോയിന്റ്. ഫസ്റ്റ് ക്ലിനിക്കൽ ലബോറട്ടറിയെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് ആയിട്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മള് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിക്കലി എന്താണ് സാധാരണയായിട്ട് ഡോക്ടേഴ്സിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം നടത്താനായിട്ട് ഏതു തരത്തിലുള്ള ചികിത്സയാണോ ഈ വ്യക്തിക്ക് ഓരോ പേഷ്യന്റിന് കൊടുക്കേണ്ടത് എന്ന് ഡോക്ടേഴ്സിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന്റെ റിപ്പോർട്ടോ അതേപോലെ തന്നെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ വേണ്ടിവരും. അപ്പൊ റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസസിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് സ്കാൻ റിപ്പോർട്ടുകളാണ് അല്ലെ. ഈ ഒരു റേഡിയോളജി വിഭാഗത്തിലെ എക്സ്റേയുടെയോ അല്ലെങ്കിൽ CT സ്കാനിന്റെയോ MRI സ്കാനിന്റെയോ റിപ്പോർട്ടിന്റെ ബേസിലാണ് അവര് ഡയഗ്നോസിസ് ഡോക്ടേഴ്സ് അത് രോഗനിർണയം നടത്തുന്നത്. എക്കോകാർഡിയോഗ്രാം എന്താന്നുള്ളത് അല്ലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എക്കോകാർഡിയോഗ്രാം ഒക്കെ നമ്മുടെ മറ്റേ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വരുന്നതാണ് അല്ലെ. കുറെ എക്യുപ്മെന്റ്സിന്റെ പാഠത്തില് അല്ലെ റെഫർ ചെയ്യുന്നതാണ്. എക്കോകാർഡിയോഗ്രാം എന്ന് പറയുമ്പോൾ അതെന്തായാലും അതിന്റെ ഒരു ഒന്നുകൂടി വിശകലനമായിട്ട് അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എക്കോകാർഡിയോഗ്രാം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മളുടെ പിക്ചർ അല്ലെ 3D പിക്ചറിന്റെ ബേസിൽ അതിന്റെ സൗണ്ടും അല്ലെ കൃത്യമായിട്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഹേർട്ടിന്റെ ആ ഒരു പിക്ചർ അത് കറക്റ്റ് സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ ക്ലിയർ ഔട്ട് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ബേസിൽ ഡോക്ടറിന് എന്താണ് രോഗം എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഒരു CT സ്കാൻ എടുക്കുന്ന മാതിരി തന്നെ ഹേർട്ടിന്റെ അല്ലെ അതിന്റെ ഒരു ഫംഗ്ഷന്റെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോകാർഡിയോഗ്രാം നടത്തുന്നത്. നെക്സ്റ്റ് എന്താണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. അതായത് നമ്മള് എന്താണ് പ്രഗ്നൻസി ടൈമിലൊക്കെ കുട്ടികളുടെ ഹേർട്ടിന്റെ ഫംഗ്ഷനും അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആ ടൈമില് ഒരു അല്ലെ ഒരു സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ സാധാരണയായിട്ട് കുട്ടിയുടെ ഹേർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ കുട്ടിക്കും അതോടൊപ്പം തന്നെ ആ ഒരു വളർച്ചയ്ക്ക് അല്ലെ അതേമാതിരി തന്നെ മദറിനും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് എക്കോകാർഡിയോഗ്രാം എന്നുള്ളത്. ഹേർട്ടിന്റെ ആ ഒരു അത് 3D പിക്ചർ നമുക്ക് കിട്ടുന്നു. അതിന്റെ ആ ഒരു സൗണ്ട് എല്ലാം കൂടിയിട്ടുള്ള നമുക്കറിയാം അത് എക്കോകാർഡിയോഗ്രാം എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അല്ലെ. അത് കൃത്യമായിട്ട് അതിന്റെ ഹേർട്ടിന്റെ ഫംഗ്ഷനൊക്കെ അത് അതിന്റെ താളത്തിലൂടെയും അതിന്റെ പിക്ചറും എല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഇതാണ് സ്കാൻ റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അതനുസരിച്ചിട്ട് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുട്ടികളുടെ ഹേർട്ട് ബീറ്റ് അല്ലെ അവരുടെ ഹേർട്ടിന് അതിന്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടോ എന്തെങ്കിലും സങ്കീർണമായ അല്ലെ അതേമാതിരി തന്നെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോൾ ഗർഭപിണ്ഡത്തിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം അല്ലെ അത് കൃത്യമായിട്ട് തന്നെയാണോ മൂവ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ സ്കാൻ നടത്തുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്തരത്തിലുള്ള റേഡിയോളജി വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഡിപ്പാർട്ട്മെന്റാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടിന്റെ ബേസിലാണ് ഡോക്ടേഴ്സ് അവരുടെ രോഗനിർണയം നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ ആണോ? ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോകട്ടെ. ചെയ്തോ നിങ്ങള്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകട്ടോ. ഇനി നമുക്കൊന്ന് നെക്സ്റ്റ് നോക്കാനുള്ളത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ കണ്ടു അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ കൂടി അവിടെ പ്രവർത്തിക്കണമെന്ന് കണ്ടു അല്ലെ. അപ്പൊ അതിന് അടുത്തൊരു വിഭാഗമാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? അവിടെയുള്ള ഡോക്ടേഴ്സിന് ആവശ്യമായ അല്ലെങ്കിൽ നഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെ അതേമാതിരി തന്നെ രോഗങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള നിർണയം മാത്രമല്ല ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങൾ അവിടെ ആവശ്യമാണ്. ഇൻ കേസ് നമുക്കറിയാം സിസേഴ്സ് അടക്കം അല്ലെ ഒരു പെൻ പോലെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന കത്തികളോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും പെൻ പോലെയുള്ള കത്തികളോ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഈ ഉപകരണങ്ങളിൽ മേലെല്ലാം എന്താണ് അണുക്കളെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഈ അണുക്കള് എന്താണ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട്
ഈ അണുക്കളെ നശിപ്പിച്ച് കളയേണ്ട ഒരു വൃത്തി കൂടിയുണ്ട് അല്ലെ. ആ ഒരു നശീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒറ്റ പേരിൽ പറഞ്ഞ അണുവിമുക്തമാക്കൽ എന്നുള്ള അല്ലെ ആ ഒരു അണു നശീകരണ പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഏതോ ഒരു എക്യുപ്മെന്റ്സുമേയുള്ള അണുക്കളെ നശിപ്പിച്ച് കളയുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യമാണ് CSSD ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. അവിടെ എല്ലാം ഓരോ പൾമിനോളജി വിഭാഗത്തിന് തന്നെ സ്പെഷ്യൽ ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ICU കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗത്തിന്, നെഫ്രോളജി വിഭാഗത്തിന്, അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കെല്ലാം എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. അപ്പൊ എന്താണ് എല്ലായിടത്തും പക്ഷേ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്താണ് ഉപകരണ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അത് അണുവിമുക്തമാക്കേണ്ട രീതിയിൽ തന്നെ അണുവിമുക്തമാക്കി അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവർക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ചാർജ് ഓഫ് കീപ്പിംഗ് all the instruments used in the hospital clean and sterilized to avoid spreading of infections throughout the hospitals. അതായത് സ്റ്റെറിലൈസ്ഡ് എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുന്ന ഒരു പ്രവർത്തനം. അതായത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും അല്ലെ ഈ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, ഈ അണുക്കൾ അല്ലെ നമ്മുടെ രോഗങ്ങളൊന്നും പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻസ് ഒന്നും ഒരു ഭാഗത്ത് ഹോസ്പിറ്റലൊന്നും പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ചെയ്യുന്നത്. അണുവിമുക്തമാക്കുക എന്നുള്ളത് അണുവിമുക്തമാക്കുക എന്നുള്ളത് എന്താണ്, ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, വ്യത്യസ്ത എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആ എക്യുപ്മെന്റ്സിന്മേൽ എല്ലാം തന്നെ എന്തെങ്കിലും അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ ഈ അണുവിമുക്തമാക്കുക എന്ന പ്രവർത്തനമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അത് നമ്മള് പൊതുവെ നമുക്കറിയാം രോഗങ്ങള് ഇൻഫെക്ഷൻസുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകർന്നു പിടിക്കാനായിട്ട് കൂടുതൽ അല്ലെ എളുപ്പം സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റല്. അപ്പൊ അത് അങ്ങനെ, കാരണം നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമുക്ക് പ്രധാനമായിട്ട് രോഗികൾ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് അല്ലെ കൂടുതലായിട്ട് അവർക്ക് രോഗം പിടിപെടാനായിട്ട് ധാരാളം സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയറോടുകൂടി ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. They follow a strict procedure for sterilizing medical and surgical instruments. അതുകൊണ്ട് തന്നെ അവര് നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടപടിക്രമമാണ് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന്റെ ഇതിൽ കൃത്യമായിട്ട് തന്നെ ഈ ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ കൃത്യമായി തന്നെ അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു FIFO മെത്തേഡൊക്കെ ഫസ്റ്റ് ഔട്ട് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവര് എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആദ്യം ചോദിക്കുന്നവർക്ക് ആരാണോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആദ്യം ചോദിക്കുന്നത് അവർക്ക് തന്നെയായിരിക്കും ആദ്യം തന്നെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്ന് സ്വീകരിക്കുകയും അതായത് അണുക്കളെ പറ്റി പിടിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്വീകരിക്കുകയും അണുനശീകരണ പ്രവർത്തനം നടത്തുകയും അവരാവശ്യപ്പെടുന്ന ആദ്യം ആരാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവർക്ക് ആദ്യം സപ്ലൈ ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹൗസ് കീപ്പിംഗ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് അവിടെ ക്ലീനിങ് പരിപാടികൾ അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നല്ല വെൽ ക്ലീൻ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ പ്രധാനമായിട്ട് പറയുന്ന കാര്യം തന്നെ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണുക്കളെ നശിപ്പിച്ച് കളയേണ്ട ഒരു പ്രധാനപ്പെട്ട കടമയാണ് അവിടെയും നിർണ്ണയിക്കുന്നത്. Then this department takes the charge of keeping the hospital clean and neat. അതായത് അവരായിരിക്കും അല്ലെ ഹോസ്പിറ്റല്
ഹോസ്പിറ്റലിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാന ദൗത്യമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് ദ ചാർജ് ഓഫ് കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് നീറ്റ്. It involves doing the laundry and cleaning all the rooms of hospital and effectively disposing of medical waste according to strict hospital disposal procedures. നമുക്കറിയാം എവിടെയും നല്ല ഒരു നടപടിക്രമം ഉണ്ടായാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുള്ളൂ അല്ലെ. അവിടെ വെല്ലായിട്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ നന്നായിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളെല്ലാം ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും അല്ലെ. നല്ല നടപടിക്രമങ്ങളായിരിക്കും അവിടെ അവര് ഫോളോ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ നീറ്റായിട്ട് പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു ഭാഗം കൂടെയുണ്ട്. ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ട്രി ആൻഡ് ക്ലീനിങ് ഓഫ് ദ റൂംസ്. ലോണ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തുണികൾ അല്ലെ. നമ്മൾ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റ് വരുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അല്ലെ അവിടെ എല്ലാം ബെഡും പില്ലോയൊക്കെ കൃത്യമായിട്ട് ഷീറ്റൊക്കെ തന്നിട്ടായിരിക്കും ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് അത് വീണ്ടും അല്ലെ ഓരോ അതിന്റെ സമയത്തിന് അവര് കൃത്യമായിട്ട് തന്നെ ബെഡ്ഷീറ്റുകളെല്ലാം വീണ്ടും അത് എക്സ്ചേഞ്ച് അല്ലെ മാറ്റി തന്നുകൊണ്ടിരിക്കും. അതെല്ലാം കറക്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് ഒരു നല്ലൊരു നടപടിക്രമങ്ങള് ഹോസ്പിറ്റല് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെയെല്ലാം അല്ലെ നീറ്റ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു പോകുന്നത്. All the rooms of a hospital and effectively disposing of a medical waste. അത് മാത്രമേ തന്നെ അവിടെ നമുക്കറിയാലേ ക്ലീൻ ചെയ്ത് വരുന്നവര് അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഓരോ ദിവസവും എന്താണ് അവരെ ആ വേസ്റ്റുകളെല്ലാം വേസ്റ്റ് ബിന്നിലൊക്കെ കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്യും അല്ലെ. ഓക്കെ, നല്ലൊരു അല്ലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് ഓർത്ത് വെക്കാം. എന്താണ് CSD എന്ന് പറയുന്നത്? അല്ലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അണുവിമുക്തമാക്കും സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് CSD എന്ന ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ ക്ലീനിങ്ങും പരിപാടികളും. അത് തുണികളാണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നീറ്റായിട്ട് നമുക്ക് ലഭ്യമാക്കി തരിക. അതോടൊപ്പം തന്നെ റൂമുകളെല്ലാം നീറ്റായിട്ട് അതായത് വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് എന്താണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ഫുഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഫുഡ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴാണെങ്കിൽ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ചെറിയൊരു സൗകര്യങ്ങളൊക്കെ അവര് അനുവദിച്ച് തരാറുണ്ട് അല്ലെ. ക്യാൻറ്റീൻ സൗകര്യങ്ങളൊക്കെ തരാറുണ്ട്. ന്യൂട്രീഷൻ ഓക്കെ അതായത് പോഷക സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്ന വിഭാഗമാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ചികിത്സാ മരുന്നുകളോടൊപ്പം തന്നെ ചിലപ്പോഴേക്ക് എന്താണ് ഭക്ഷണക്രമങ്ങളും കൂടി ദിനചര്യയില് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരും അല്ലെ. രോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഡോക്ടേഴ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കും അല്ലെ. ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവരെ നിർദ്ദേശം കൊടുക്കും. ഇൻപേഷ്യന്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഇന്ന ഭക്ഷണം ഓരോ ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഡയറ്റീഷ്യന്റെ ചാർട്ടൊക്കെ ഉണ്ടാവും. ആ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര് ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളെ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് സർവീസ് ടു ഇംപേഷ്യന്റ് their families and staff of the hospital based on a nutrition menu provided by the nutrition department. നമുക്കറിയാം പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ അസുഖം വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ പ്രധാനമായിട്ടും അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ഓക്കെ
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് അല്ലെ ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും നമുക്കറിയാം അവിടെ ഡയറ്റീഷ്യൻ ചാർട്ടുകളൊക്കെ ചില പേഷ്യൻസിന് അല്ലെ നമുക്ക് ഷുഗറുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് തന്നെ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മെഡിസിൻ മാത്രം എടുത്തത് കൊണ്ട് ഒരിക്കലും അവരുടെ രോഗം ഭേദമാകാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറ്റീഷ്യൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. ഇൻ കേസ് നമുക്കറിയാം അവിടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെയുള്ള അല്ലെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ വരുന്നവർക്ക് ഫാമിലീസ് ആണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്കറിയാം മിക്കപ്പോഴും ക്യാൻറ്റീൻ സർവീസുകളെല്ലാം ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പം ഓക്കെ, നിങ്ങൾ തന്നെ അല്ലെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നല്ലതാണ്. കാരണം അവനവനും കൂടി ചിന്തിക്കാനും കൂടിയുള്ള അപ്പൊ ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഇതില് പ്രധാനമായിട്ട് പറയുന്നത്. അവർക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, ദ ഡയറ്റീഷ്യൻ ഈസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് നഴ്സിംഗ് സർവീസ് പേഴ്സണൽ ഇൻ മീറ്റിംഗ് ദ പേഷ്യൻസ് ന്യൂട്രീഷൻ നീഡ്സ് ആൻഡ് ഇൻ ടീച്ചിങ്. അതായത് ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ടീം അല്ലെ ഇത് ക്ലോസ്ലി നമ്മൾ ബന്ധപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ നമുക്കറിയാം അതിന്റെ ഒപ്പം അല്ലെ രോഗത്തിന് ഭേദമാകാൻ മെഡിസിനോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു ഇതുകൂടെ ആരോഗ്യക്രമത്തിന് ഭക്ഷണക്രമത്തിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ടീച്ചിങ് ലെവലിലാണെങ്കിലും അവർ കൃത്യമായിട്ട് തന്നെ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സർവീസ് പേഴ്സണൽ ഇൻ മീറ്റിംഗ് ദ പേഷ്യൻസ് ന്യൂട്രീഷൻ നീഡ്സ് ആൻഡ് ഇൻ ടീച്ചിങ് അല്ലെ അവർക്ക് എന്താണ് ഏതൊക്കെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ആവശ്യമുള്ളത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റീഷ്യൻ ചാർട്ട് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും പേഷ്യൻസിനൊക്കെ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കേണ്ടി വരുന്നത്. Then he or she is responsible for the ordering of a supplies and the supervision of all staffs engaged in the preparation and delivery of food. അതായത് നമുക്കറിയാം അല്ലെ ഭക്ഷണം ഉണ്ടാക്കുകയും പ്രിപ്പയർ ചെയ്യുകയും then എന്താണ് അതോടൊപ്പം തന്നെ വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യും അല്ലെ. വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ മേൽനോട്ടം വഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം എന്താണ് ഡയറ്റീഷ്യൻ അവരുടെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് ഓവറോൾ സൂപ്പർവിഷന്റെ ഡ്യൂട്ടിയും കൂടി അവർക്കുണ്ട്. നമുക്ക് എന്താ പറയാ നമുക്ക് തന്നെ നെക്സ്റ്റ് ഈ ക്ലാസ് കഴിയുമ്പോൾ ഡയറ്റീഷ്യന്റെ ആണ് ചാപ്റ്റർ എടുക്കാനുള്ളത്. അതൊരു ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അത്യാവശ്യം പഠിക്കാൻ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്റീഷ്യൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള ചിലർക്ക് ജ്യൂസ് അല്ലെ കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എന്താണ് അത്യാവശ്യം ചെറിയ ഒരു പ്രോട്ടീൻസ് അല്ലെ അവരുടെ ശരീരത്തിന് നിലനിന്ന് പോകാൻ പറ്റുന്ന ഐറ്റംസ് അല്ലെ ചിലപ്പോൾ ജ്യൂസ് മോഡലിലേക്ക് അവർക്ക് നൽകി അല്ലെ അവരുടെ ആരോഗ്യം നിലനിർത്തിയൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ടാവും. അത് ഡോക്ടേഴ്സും ഡയറ്റീഷ്യനും കൂടിയും ഒന്നിച്ചായിരിക്കും അതൊക്കെ ആലോചനയൊക്കെ നടത്തുന്നത്. അപ്പൊ ഇത്തരം ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഭക്ഷണക്രമമാണ് അവര് കൈകാര്യം ചെയ്യുന്നത്. This department provides a food service to inpatients, the families and the staff on the hospital based on a nutrition menu provided by the nutrition department. The dietitian is a member of the health team and works closely with the nursing service personnel in meeting the patients' nutrition needs and teaching. But അതെല്ലാം അല്ലെ നമ്മൾ ഒരു മെഡിസിനോടൊപ്പം തന്നെ അതും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഡയറ്റീഷ്യന്റെ ചാർട്ടും കൂടി നമുക്ക് ഇപ്പൊ അറിയാം പണ്ടത്തെ അപേക്ഷിച്ച് മിക്ക ഹോസ്പിറ്റലും ഡയറ്ററി അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇച്ചിരി കൂടി പ്രാധാന്യം കൂടി വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഓവർ അല്ലെ വണ്ണം കൂടുതലായിട്ടുള്ള അവസ്ഥയായിരിക്കും മിക്കപ്പോഴും മിക്ക പേഷ്യൻസിനും എന്താണ് ഷുഗറും അതിൻ്റെതായ പ്രഷറിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെയാണ്. അപ്പൊ അവർക്കെല്ലാം ഭക്ഷണക്രമത്തില് കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ട് അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ടാവും. then വീണ്ടും അത് തന്നെയാണ് ഇതിലെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. he or she is responsible for the ordering of the supplies and the supervision of all staffs engaged in the preparation and delivery food. നമുക്ക് ഉണ്ടാകാം അല്ലെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിലും വിതരണം ചെയ്യുന്നതാണെങ്കിലും ആർക്കൊക്കെ അത് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ അതൊക്കെ ഏതൊക്കെ മേഖലയിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ അതിന്റെയൊക്കെ മേലാധികാരിയായിട്ട് ഡയറ്റീഷ്യൻ അല്ലെ അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടം അവിടെയെല്ലാം ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
നെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണ്, എടുത്തു പോകാം അല്ലെ. അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കാണ്. എന്താണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ബാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് പേഷ്യൻസ് ആൻഡ് their families deals with a broad range of psychological issue and stress related to coping with the illness and maintaining health. അതായത് നമുക്കറിയാം ഒരു ആരോഗ്യം അല്ലെ, അത് നമുക്ക് അതിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് അത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് തന്നെ, അല്ലെങ്കിൽ അസുഖം ഭേദമാക്കി കൊണ്ടുപോകാനായിട്ട് ചിലപ്പോഴെങ്കിലും നമുക്കറിയാം മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിങ് കൂടി ആവശ്യമുണ്ട് അല്ലെ. ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി നമുക്ക് ചിലപ്പോഴെങ്കിലും ചില രോഗികൾക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. ഫാമിലിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ, ആദ്യം തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ഉത്കണ്ഠയോടുകൂടിയും ആകാംക്ഷയോടും കൂടിയൊക്കെ ആയിരിക്കും അവർ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ് രോഗമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെ, ഫിനാൻഷ്യലി ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കും, അതല്ലെങ്കിൽ ഹെൽത്ത് ചിലപ്പോൾ ഇച്ചിരി കൂടി ഡൗൺ ആയി പോകാനുള്ള സാധ്യത, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർക്കത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം എന്താണ് സോഷ്യൽ ആയിട്ടുള്ള ഒരു അല്ലെ ഒരു സപ്പോർട്ടീവിന്റെ ആവശ്യം വരുന്നുണ്ട്. ദിസ് ഡിപ്പാർട്ട്മെന്റ് മാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് പേഷ്യൻസ് ആൻഡ് their families deals with a broad range of psychological issues and stress അല്ലെ. അവർക്ക് വരുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് നമ്മളുടെ അല്ലെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ് ദ challenges families face, increase accessibility to health care and serves as a bridge between the doctors and the individual, family and community. നമുക്കറിയാം ഓക്കെ, കൗൺസിലിംഗ് സെന്റർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് അത് പൊതുവെ നമുക്കറിയാം ഒരു ഡോക്ടർ സാധാരണയായിട്ട് രോഗം നിർണയിച്ച് അല്ലെ അത് രോഗം എന്താണെന്നൊക്കെ പേഷ്യൻസിനെ അറിയിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഫാമിലി പെട്ടെന്ന് തന്നെ ഡൗൺ ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെ ഒരുപാട് ഫിനാൻസിലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴൊക്കെ കമ്മ്യൂണിറ്റി അല്ലെ പൊതുവെ നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ വരെ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ, കേട്ടിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏത് ചാൻസിൽ കൂടി ആണെങ്കിലും അവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് ഇൻക്രീസ് അക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ അല്ലെ. അവിടെ പ്രവർത്തനക്ഷമതമാക്കുകയാണ് അവരെ അല്ലെ, എല്ലാം കൊണ്ടും ഓക്കെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് അല്ലെ, എന്തിനെങ്കിലും കാര്യം ചെയ്യാനായിട്ടുള്ള ഹെൽപ്പും നമുക്കും കൂടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ട് അല്ലെ, ഒരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെയും ഫാമിലിയുടെ ഇടയ്ക്കൊക്കെ ഒരു ഫലമായിട്ട് അല്ലെ അവർക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടുവരാനായിട്ട് ഒരു മിഡിൽ വെയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പാലിയേറ്റീവ് കെയർ ഒക്കെ ഒരു തരത്തിലുള്ള സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എപ്പോഴും അല്ലെ പാരന്റ്സ് ഒക്കെ ആവുമ്പോൾ തീരെ അവശതയാവുന്ന ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എപ്പോഴും കൊണ്ടുവന്ന് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അല്ലെ ഡോക്ടേഴ്സിനൊക്കെ അവരുടെ സേവനങ്ങൾ വീടുകളിലൊക്കെ എത്തിച്ച് സേവനങ്ങൾ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. അപ്പൊ മിഡിലായിട്ട് അല്ലെ ഒരു സോഷ്യൽ വർക്ക് പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഫിസിയോതെറാപ്പി. നോക്കാം, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാം ഇത് ഒരു പ്രത്യേകതയുള്ളത് മിക്കവാറും എല്ലാം തന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി പോയാൽ മതി. എന്താണ് ഫിസിയോതെറാപ്പിയിൽ നോക്കാം. എന്താണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. എന്താണ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഫിസിയോതെറാപ്പിയിൽ എന്താ ചെയ്തു പോകുന്നത്? എന്തെങ്കിലൊക്കെ പ്രൊവൈഡ് ചെയ്യോ അല്ലെ? ചിലപ്പോഴേ നമുക്കറിയാം എല്ലാ ആക്സിഡന്റ് ഓക്കെ റീഹാബിലിറ്റേഷൻ പുനരധിവാസം അല്ലെ രോഗികളാവുന്ന അവസ്ഥ നമുക്കറിയാം. ആക്സിഡന്റ് ഓക്കെ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു അതല്ലെങ്കിൽ എല്ലുകൾക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ കൂടി അല്ലെ എന്തെങ്കിലും
ഡിസബിലിറ്റീസ് വരികയാണെങ്കിൽ സ്ട്രോക്ക് വന്നു, ഓക്കെ, നമുക്കറിയാം പക്ഷാഘാതം വന്നു, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വശങ്ങൾ തളർന്നു പോയി പെട്ടെന്ന് എന്തെങ്കിലും ചില പ്രായത്തിന്റെ അല്ലെ ചില രക്തയോട്ടൊക്കെ ആ ഭാഗത്തേക്കൊക്കെ കൃത്യമായിട്ടൊന്നും എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വരിക. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ അല്ലെ സാധാരണ രീതിയിൽ ചിലപ്പോ ആ വ്യക്തികള് നാടുകള് അല്ലെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയതായിരിക്കും, പെട്ടെന്നായിരിക്കും ഇങ്ങനെ ഒരു സുപ്രഭാതത്തിലൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്താണ് ഒരു ഫിസിയോതെറാപ്പിയുടെ അല്ലെ അവരുടെയും കൂടി സേവനം ചിലപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പൊ മെഡിസിനോടൊപ്പം തന്നെ കുറച്ചും കൂടി അല്ലെ എന്തെങ്കിലും തെറാപ്പിക്കായിട്ടുള്ള ചികിത്സ കൂടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് എന്ന് വെച്ചാൽ പുനരധിവാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസിന്റെ പുനരധിവാസം. ഓക്കെ, നോർമൽ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ orthopedic department. This department offers a wide range of body healing therapy that will help a patient to resume normal functioning. അതായത് നമ്മളുടെ സാധാരണ ഫംഗ്ഷൻ അല്ലെ സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ചിലപ്പോഴെങ്കിലും എന്താണ് എന്തെങ്കിലും തെറാപ്പികൾ, അതായത് നമ്മുടെ സുഖപ്രദമായിട്ട് ഹീലിംഗ് തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തെറാപ്പികളുടെ ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ ഒരു കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു പോകും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആവശ്യമായിട്ട് വരുന്നത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ദ ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻപേഷ്യന്റ് സർവീസ്. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന അല്ലെ അവര് ചിലപ്പോ ആണെങ്കിൽ ഡോക്ടറെ കണ്ട് അവരെ തെറാപ്പി ചെയ്തിട്ട് വീക്കിലി ചിലപ്പോ വന്ന് അവരെ തെറാപ്പി മാത്രം ചെയ്ത് പോകുന്നവരുണ്ടാവാം. അതേപോലെ തന്നെ ഇൻപേഷ്യന്റ് ആയിട്ട് അല്ലെ അവിടെ കിടത്തി ചികിത്സിക്കുമ്പോൾ, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ എല്ലാം തന്നെ കുറച്ച് നാളത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും തെറാപ്പികളൊക്കെ ചെയ്തു പോകുന്നവരുണ്ടാവും. നമുക്കറിയാം പെട്ടെന്ന് സ്ട്രോക്ക് ഒക്കെ വരിക എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെ. അതൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ചിലപ്പോൾ മെഡിസിനോടൊപ്പം തെറാപ്പിയും കൂടി ചെയ്തിട്ട് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ അവരൊക്കെ എന്താണ് ചില സമയങ്ങൾ അല്ലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിലപ്പോ എന്താണ് ഹോസ്പിറ്റലിൽ വന്ന് തെറാപ്പി ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തു പോവുക. അതല്ലെങ്കിൽ വീട്ടിൽ നമുക്കറിയാം തെറാപ്പികൾ ഇപ്പൊ ആയിട്ട് വീടുകളിൽ വന്ന് അവരെ പേഷ്യൻസിന്റെ തെറാപ്പികളൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുക, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ശരീരം അല്ലെ നമുക്ക് കൈ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ തല കൃത്യമായിട്ട് വെട്ടിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ എന്താണ് ഓർത്തോവുമായി ബന്ധപ്പെട്ട ചികിത്സകൾ അല്ലെ പ്രധാനമായിട്ടും നമ്മുടെ എല്ലുകൾക്കോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കൊക്കെ വഴങ്ങാൻ പറ്റാത്ത ഒരവസ്ഥകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള തെറാപ്പി ചികിത്സകളൊക്കെ നടത്തുന്നത്. അത് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ അല്ലെ രോഗിയുടെ പുനരധിവാസമാണ് അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ചലനശേഷി നമുക്കറിയാം എല്ലുകളുടെ കാര്യം മാത്രം പോരാ ചലിക്കാനൊക്കെ ആയിട്ട് അല്ലെ, നമ്മുടെ നെർവുമായി ബന്ധപ്പെട്ട തന്നെയായിരിക്കും ആ ഒരു ചലനശേഷിയൊക്കെ വരിക. അപ്പൊ അതിനും കൂടി ഇങ്ങനെ എന്താണ് എപ്പോഴെപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ തെറാപ്പിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് സ്മൂത്ത് ആയിട്ട് രക്തയോട്ടൊക്കെ കൊടുത്തിട്ട് ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു പോവുകയുള്ളൂ. നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഫാർമസി. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹോസ്പിറ്റലൊക്കെ പ്രധാനമായിട്ട് അല്ലെ രോഗനിർണയമൊക്കെ നടത്തി ഡോക്ടേഴ്സ് സാധാരണയായിട്ട് മരുന്നുകൾ കുറിക്കും. തീർച്ചയായിട്ടും മരുന്നുകളൊക്കെ മേടിച്ചിട്ടായിരിക്കാം ചിലത് നമുക്ക് വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് അല്ലെ. സാധാരണയായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിസിനുമായി ബന്ധപ്പെട്ട് ഉള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽസ് മസ്റ്റ് equipped with a pharmacy which provides drug for their hospital. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയായിരിക്കും മിക്കപ്പോഴും അല്ലെ അവര് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവരെ കൃത്യമായിട്ട് തന്നെ മെഡിസിൻസ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. It not only provides a medication for patients but also provides other drugs and instruments used by all departments in the hospitals for patients care or surgeries. നമുക്കറിയാം ചില മിക്കവാറും ഹോസ്പിറ്റലുകൾ എന്താണ് മെഡിസിൻസ് മാത്രമല്ല സപ്ലൈ ചെയ്യുക അല്ലെ. ചിലപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമുക്കറിയാം
എന്തൊക്കെയാ അല്ലെ ഒരു നീഡിൽസ് ആണെങ്കിലും മറ്റു സംഭവങ്ങളൊക്കെ ഇത്രയും വേണമെന്നൊക്കെ സർജറിക്ക് മുമ്പ് ആവശ്യപ്പെടും. അപ്പൊ അതെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഫാർമസിയിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഫാർമസി കയറാണ്ട് തിരിച്ചു പോരാനായിട്ട് നമുക്ക് പറ്റാറില്ല. കാരണം ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻസ് കുറിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്താലും അപ്പൊ അല്ലെ ഓരോ ദിവസത്തിന്റെ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള സപ്ലൈയും കാര്യങ്ങളും നടത്തുന്ന ഒരു വിഭാഗമാണ് ഫാർമസി എന്നുള്ളത്. Then run by a pharmacist, pharmacy provides the following service. പ്രധാനമായിട്ടും അവര് വ്യത്യസ്ത തരത്തിലുള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് നമുക്കറിയാം മെഡിസിൻസ് അല്ലെ, മെഡിസിനും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ സർജറിക്ക് മുന്നായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്നു. നമുക്കറിയാം ഇതില് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സർവീസുകളുണ്ട്. തന്നെ അതിൻ്റെതായിട്ടുള്ള കളക്ട് ചെയ്തിട്ട് അവര് അത് കീപ്പ് ചെയ്ത് വെക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള സംഭവം അല്ലെ, നമുക്കറിയാവുന്ന വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്, അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വരുന്ന വ്യക്തികൾക്കാണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള വരുന്ന വ്യക്തികൾക്കാണെങ്കിലും മെഡിസിൻസ് ഒക്കെ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി, അതായത് രോഗികൾക്കുള്ള അല്ലെ രോഗി പരിചരണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. Then doctors are usually given a set of a procedure of a medication by the pharmacy to use a guide. ഫാർമസിയൊക്കെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് എന്താണ് ഇൻവെന്ററി ഒക്കെ കീപ്പ് ചെയ്യുക അല്ലെ, സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻ അല്ലെ ഇതൊക്കെ പ്രൊസീജിയേഴ്സ് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അല്ലെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ അവരും കൂടി ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ചില മെഡിസിൻസ് ഒക്കെ ആയിരിക്കും ഇവർ എപ്പോഴും റെഫർ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ മോസ്റ്റ് ആയിട്ടും ആ ഫാർമസിയിൽ കീപ്പ് ചെയ്യണം അല്ലെ. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം അവിടെ മിക്കപ്പോഴും ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്ന മെഡിസിൻസ് എന്തായാലും തീർച്ചയായിട്ടും ആ ഫാർമസിയിൽ മിക്കവാറും ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മെഡിസിൻസ് ആ ഫാർമസിയിൽ മേടിച്ചിട്ട് പോരാനായിട്ട് തയ്യാറാകുന്നത്. ചിലപ്പോ ആണെങ്കിൽ പിന്നെ മേടിക്കാം, പുറത്തുനിന്ന് മേടിക്കാം എന്ന് വെച്ചിട്ട് ചിലപ്പോ ആ ഏരിയ വിട്ട് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആണെങ്കിൽ ആ ഡോക്ടർ നിർദ്ദേശിച്ച മെഡിസിൻ കിട്ടണമെന്നില്ല അല്ലെ. അങ്ങനെ ആർക്കെങ്കിലും പറ്റാറുണ്ടോ? ശരിയാണോ? ഓക്കെ. അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്കറിയാം പരിസരത്തൊക്കെ ചിലപ്പോ അവിടെയുള്ള ഫാർമസി അല്ലെ അവിടെയുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ചിലപ്പോ ആ ഡോക്ടേഴ്സ് ഓരോ ഡോക്ടേഴ്സിന് എന്താണ് കുറിച്ച് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെഡിസിൻസ് അവിടെ കീപ്പ് ചെയ്യും. പക്ഷെ നമ്മള് ഹോസ്പിറ്റലും ആ ഒരു ഏരിയയൊക്കെ വിട്ടിട്ട് വേറെ ഒരു ഏരിയയിലേക്ക് വന്ന് നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ മെഡിസിൻസ് കിട്ടിയെന്ന് വരില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം കീപ്പ് ചെയ്ത് ആയിരിക്കും ഫാർമസി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവരുടെ അല്ലെ ഫാർമസി പർച്ചേസും കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള ഇതുകൾ അല്ലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഫാർമസിയിലൊക്കെ ആവുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായിട്ടുള്ള അല്ലെ കൃത്യമായിട്ട് ഇൻവെന്ററി ഒക്കെ ചെക്ക് ചെയ്ത് സ്റ്റോക്കുകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ അല്ലെ എത്രത്തോളം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോ കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും അല്ലെ അത് കൈകാര്യം ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഏത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതിപ്പോ അതിലും ഇതേമാതിരി നേരത്തെ പറഞ്ഞ മാതിരി ഫിഫോ അല്ലെ ലിഫോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഇൻവെന്ററി ഒക്കെ സ്റ്റോക്ക് ചെയ്യും. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് അവർക്ക് എല്ലാവർക്കും തന്നെ അല്ലെ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സിക്കുന്നവർക്കാണെങ്കിലും മെഡിസിൻ അവിടെ സപ്ലൈ ചെയ്യും. അതേമാതിരി തന്നെ ജസ്റ്റ് വന്ന് ഡോക്ടറെ കണ്ട് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അല്ലെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് തിരിച്ചു പോകുന്നവർക്കും അവിടുന്ന് സപ്ലൈ ചെയ്യും. എന്താണ് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി, അതായത് ഇപ്പോ നമ്മള് വാർഡിലേക്കൊക്കെ ആണെങ്കിലും മെഡിസിൻസ് ഒക്കെ ഒന്നിച്ച് അല്ലെ അവർക്ക് ഓരോ വ്യക്തികൾക്ക് ആശ്രിതമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഒന്നിച്ച് തന്നെ ആ വാർഡിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അത് ഏതോ തരത്തിലുള്ള നേരിട്ടുള്ള രോഗി പരിചരണമാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുമാത്രം തന്നെ ഡോക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ നിയമ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാം തന്നെ ഒരു മാനദണ്ഡമായിട്ട് ഗൈഡൻസ് ആയിട്ട് ഫാർമസിക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ രീതിയിലൊക്കെ തന്നെയായിരിക്കും അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകും.
ഇത്രയാണ് ഫാർമസിയിലെ ആ ഡിപ്പാർട്ട്മെന്റിൽ ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തു പോകുന്നത്. സ്പീഡ് കൂടുന്നുണ്ടോ? ആരും റിപ്ലൈ ഇല്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുവരെ വായിച്ചു നോക്കുക. എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും ഒന്നുമില്ല? കണ്ടിന്യൂ ചെയ്തു പോകാലോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? MRD അല്ലെ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പഠിക്കാനൊക്കെ ആയിട്ട് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൾ ദ റെക്കോർഡ്സ് ഓർ ഫയൽസ് ഓഫ് ഇൻപേഷ്യന്റ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യന്റ്. നമുക്ക് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫയലുകളെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെ? നമുക്കറിയാം ഓരോ പ്രാവശ്യം എത്രയോ നാളുകൾക്ക് ശേഷമാണെങ്കിലും OPയുടെ എത്ര ആ നമ്പർ കൊടുത്തിട്ട് തന്നെ നമ്മുടെ അല്ലെ നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ പരിശോധിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അവരവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഫയലുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തു കൊടുക്കുന്ന വിഭാഗം, അത് കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. It is with these records that the medical statistics can be formulated and it serves as a reference for a future purpose. സാധാരണയായിട്ട് നമ്മൾ ഇത് എന്തിനാ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ഹോസ്പിറ്റലില് ഒരു പ്രാവശ്യം വന്ന് വീണ്ടും ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതേ പേഷ്യന്റ് അവർക്ക് വേണ്ട പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ അതേ OP നമ്പർ വെച്ചിട്ടായിരിക്കും കയറുന്നത് അല്ലെ? അപ്പൊ സാധാരണയായിട്ട് ഈ മെഡിക്കൽ റെക്കോർഡുകൾ എന്തിനു വേണ്ടിയിട്ട് സൂക്ഷിക്കുക? അവർക്കൊരു ഫോളോ അപ്പ് കിട്ടാം അല്ലെ? ഡോക്ടേഴ്സിനാണെങ്കിലും ജസ്റ്റ് ഒരു ഫോളോ അപ്പ് കിട്ടും. തീർച്ചയായിട്ടും ഈ 2-3 മാസം മുമ്പ് വന്ന് ഈ വ്യക്തി ഇന്ന മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട്, ഇന്ന മെഡിസിനൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഡോക്ടർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഫോർമുലേറ്റഡ് ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ റെഫറൻസ് ഫോർ എ ഫ്യൂച്ചർ പർപ്പസ്. ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സ്ഥിതിവിവര കണക്കുകളെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്ഥിതിവിവര കണക്കുകളെല്ലാം അവർക്ക് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ സെർവ് ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു സേവനം അല്ലെ ഭാവിയിലെ ആവശ്യത്തിനായിട്ടുള്ള നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എന്താണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്? നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻഷുർ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ. എന്താണ് ഓപ്പറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ അല്ലെ പ്രവർത്തനക്ഷമമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരും. അതായത് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എന്താണ് അതിന് അല്ലെ എവിടെയെങ്കിലൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ ഇൻ കേസ് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്ടേജുകളൊക്കെ സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഇത് മേക്ക് പ്ലാൻസ് ആൻഡ് പെർഫോംസ് വേരിയസ് പ്രൊജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊജക്ടുകളെല്ലാം അത് പ്ലാൻ ചെയ്യും, ആസൂത്രണം ചെയ്യുന്നു. Then this department makes sure that all electrical facilities are in perfect condition, perform repair and replacement work for air conditioning units, plumbing, steel works.
അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ അല്ലെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകളൊക്കെ അവിടെ നടന്നു പോകും അല്ലെ. സ്റ്റീൽ വർക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ പ്ലംബിംഗ് അല്ലെ ഒരുപാട് റൂമുകളിലെല്ലാം പ്ലംബിംഗ് വർക്കുകളൊക്കെ നമുക്കറിയാം നന്നായിട്ട് തന്നെ അല്ലെ. ബാത്റൂം സ്റ്റോറേജ് സൗകര്യം തന്നെ നല്ല ക്ലിയർ അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളായി അല്ലെ. അപ്പൊ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എയർ കണ്ടീഷനിങ് എന്തെങ്കിലും ഡിഫക്ട്സുകൾ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർമെന്റ് അല്ലെ ഇലക്ട്രിസിറ്റിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഷോർട്ടേജുകൾ നമുക്കറിയാം. ഒരു റൂമിലെ ഒരു ഫാൻ കറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ AC വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ്? മെഡിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ. ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ അവിടുത്തെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ, അതായത് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ പ്രൊജക്ട് അനുസരിച്ചിട്ട് എന്തെങ്കിലും വിപുലീകരിക്കേണ്ട വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളൊക്കെ നടത്തേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? നോക്കാം എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റുകളാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കാം. പക്ഷെ ഇത് ബിഗ് ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതിനേ ഉള്ളൂ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെ. അത് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ഓൾ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് അല്ലെ ഒരുപാട് യന്ത്ര സാമഗ്രികളൊക്കെ അവിടെ ആവശ്യമാണ് അല്ലെ. എല്ലാ തരത്തിലുള്ള പർച്ചേസുകളും അത് മെഡിസിന്റെ ഫാർമസി സംബന്ധമായ കാര്യം മാത്രമല്ല, അവിടെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ അവിടെ ആവശ്യമായിട്ട് വരും. അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഷോർട്ടേജുകളൊക്കെ വരുമ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കുക എന്നുള്ള കാര്യം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റീസണബിൾ റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ഓൾ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും അത് മേടിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നോക്കാം. ഇത് നമുക്കറിയാം പണ്ടത്തെ മാതിരി മാനുവലി അല്ല എല്ലാ കാര്യങ്ങളും അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഉള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കും പ്രാധാന്യമുണ്ട് അല്ലെ. All hospitals today use computers to keep track of a patient's record and other medically related affairs. നമുക്കറിയാം പണ്ട് ഒരു ചാർട്ട് എടുത്ത് അല്ലെ ചാർട്ടിലാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എന്താണ് നമുക്കറിയാം എല്ലാം അപ്ഡേറ്റ് ആയിട്ട് തന്നെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും അല്ലെ. ഒരു നമ്പർ അടിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സിസ്റ്റത്തിലേക്ക് എല്ലാം തന്നെ കയറി പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് തന്നെ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. All hospitals today use computers to keep a track of a patient's record അല്ലെ. പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സുകളെല്ലാം കമ്പ്യൂട്ടറിലാണ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് അതർ മെഡിക്കലി റിലേറ്റഡ് അഫയേഴ്സ്, അത് മാത്രമല്ല മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെയാണ് അപ്ഡേറ്റ് ആയിട്ട് അതിനുള്ളിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ അല്ലെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഒരു OP ഒരു അല്ലെ ഒരു നമ്മുടെ ചാർട്ട് എടുത്തിട്ട് കയറി കഴിഞ്ഞ ഒരു ഡോക്ടർ പറയാണ്, ഇപ്പൊ ഫിസിഷ്യനെ കണ്ടിട്ട് ഫിസിഷ്യൻ തന്നെ പറയാനോ ഒന്ന് നിങ്ങൾ ഒന്ന് കാർഡിയോളജിസ്റ്റിനെ കാണാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് ഫിസിഷ്യൻ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഇൻ കേസ് കാർഡിയോളജിസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് പൾമിനോളജിസ്റ്റിനെ ഒന്ന് സമീപിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പൾമിനോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും ആ ഇദ്ദേഹത്തിന് അല്ലെ ആ പേഷ്യന്റ് ആദ്യം എന്താണോ കണ്ടത് ആ കണ്ടത് മുതലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്കും അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് റെഫർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ്സുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. Then therefore this department provides technical support as and when needed and keep the systems updated and provides support when system fail. കേസ് എന്തെങ്കിലും അല്ലെ സംതിങ് എന്തെങ്കിലും ഒക്കെ ഫെയിൽ ആയി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അത് കൈകാര്യം ചെയ്തത്? ഇൻഫോർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. എന്തെങ്കിലും അല്ലെ എററുകളൊക്കെ സംഭവിക്കുന്നുണ്ട്, ഏതെങ്കിലും ഡേറ്റില് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല എങ്കിൽ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ.
The next എന്താണ്? They also aim to provide effective online service for patients and help to keep the entire hospital informed of certain events that take place within the hospital. നമുക്കറിയാം ഇപ്പൊ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ കമ്പനിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയേണ്ടതോ അല്ലെങ്കിൽ അവരുമായിട്ട് ആ പേഷ്യന്റിന്റെ എന്തെങ്കിലും സേവനങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഓൺലൈൻ സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആശയവിനിമയം നടത്തുക എന്നുള്ളത് അല്ലെ. അപ്പൊ മറ്റുള്ളവരുമായിട്ട് അല്ലെ, അതാണ് ഇവിടെ പറയുന്നത് എഫക്റ്റീവ് ഓൺലൈൻ സർവീസ്, നല്ല കാര്യക്ഷമമായിട്ടുള്ള ഓൺലൈൻ സർവീസസ് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ആർക്കുണ്ട്? ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്ത് അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുന്നത് മുതല് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സർവീസ് അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവിടെ ഒന്ന് റിപ്പോർട്ട് നമുക്ക് അയച്ചു തരാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ ഇമെയിൽ ആയിട്ടോ വാട്സപ്പ് ഒക്കെ ആയിട്ടോ മെസ്സേജുകളൊക്കെ ചെയ്ത് കിട്ടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടി വരിക. ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടി വരിക. അപ്പൊ അവര് അതെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നിർദ്ദേശിച്ചു തരും. ഓക്കെ, ക്ലിയർ ആയോ? ഇതില് മറ്റൊരു ലാസ്റ്റ് പോയിന്റില് ഒരു കാര്യം കൂടിയുണ്ട്. They also aim to provide effective online service. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പറയണം and help to keep the entire hospital informed of a certain events that take place within the hospital. അതായത് മറ്റേ ആരെങ്കിലും അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെ, എൻ്റെയർ ഹോസ്പിറ്റൽ മുഴുവൻ അറിയിക്കേണ്ടതെങ്കിലും അല്ലെ, ചില സംഭവങ്ങളെ കുറിച്ച് മുഴുവൻ ആശുപത്രിയെ അറിയിക്കാനായിട്ടും അവര് ലക്ഷ്യമിടുന്നത് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും സേവനങ്ങളൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും അറിയിക്കണമെങ്കിൽ ഒരു അല്ലെ നമ്മള് ഓൺലൈൻ വഴിയായിട്ട് അറിയിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഈ ഹോസ്പിറ്റലിൽ ഇന്ന സേവനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പബ്ലിസിറ്റി കൊടുക്കാനാണെങ്കിൽ കൂടി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ടു കീപ് ദ എൻ്റയർ ഹോസ്പിറ്റൽ ഇൻഫോംഡ് ഓഫ് സർട്ടൻ ഈവെന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. എന്തെങ്കിലും ഈവെന്റുകളൊക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ കൈമാറേണ്ടതുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന വ്യക്തികൾ അല്ലെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടാവണം, അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ എങ്ങനെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ വഴിയായിട്ട് ഈ ടെക്നോളജിയുടെ കഴിവുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കുക. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റലാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം അല്ലെ. ഇത് പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ട. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡയറ്ററി സർവീസിന്റെ ചാപ്റ്ററും കൂടി ഇതിനോടൊപ്പം തന്നെ ഹാൻഡിൽ ചെയ്യാം. ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഓക്കെ, ഇതിന്റെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മിക്കവാറും ചാപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് അല്ലെ, എന്താണ് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു മിസ് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് മെഡിക്കൽ റെക്കോർഡ്, അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ സോഷ്യൽ സർവീസ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, എന്താണ് ഫാർമസി, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരു നമുക്ക് ഈ നെക്സ്റ്റ് എടുക്കാനുള്ളത് CSBയുടെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതെന്താന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഇപ്പൊ റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസുകൾ എന്തൊക്കെയാണ്, സൈക്കോളജിസ്റ്റ്, അതിന്റെ ഒരു ബേസിക് മാത്രമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇത് മൊത്തത്തില് നിങ്ങൾക്ക് എല്ലാം തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത് ഫുൾ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളതെല്ലാം ഐഡിയ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വേറെ ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറയാണ് ഇതൊന്നും പഠിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാത്തിന്റെയും അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, ഡയറ്ററി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് മറിഞ്ഞിരിക്കണം. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ PDF ന്നും അല്ലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും മാക്സിമം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോന്നും എടുത്തെടുത്ത് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് സാധാരണയായിട്ട് നമുക്ക് കണ്ടുവരുന്ന വളരെ ചെറിയ ചെറിയ അബ്രിവേഷൻസും അല്ലെ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ നിങ്ങളുടെ ഒരു മൈൻഡിൽ നിന്ന് എന്തെങ്കിലും അല്ലെ അതിന്റെ ഒരു ഉത്തരം കിട്ടാമോ എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനെ കുറിച്ച് അവെയർ ആവുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതെല്ലാം പ്രധാനമാണെന്ന് ചോദിക്കുന്നത് അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഓരോന്നും പഠിക്കാനുണ്ട്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഒരിക്കലും പറയാത്തത്. സ്പെഷ്യലായിട്ട് നമുക്ക് ചോദ്യങ്ങൾ അല്ലെ ഒരു ചാപ്റ്റർ വൈസ് ചോദിക്കുമ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് 5-6 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനുള്ളൂ. പക്ഷെ മോസ്റ്റ് ആയിട്ടും ഓരോ ചാപ്റ്റർ പഠിക്കേണ്ടത് കൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.